ആ ഇപ്പൊ അങ്ങ് ചോദിച്ച ആ ചോദ്യം ഉണ്ടല്ലോ, അതായത് ഉവ്വ. ശൂലമടിക്കുന്നത്, ആ അതെ, ചോദ്യം. ക്ഷേത്രങ്ങളിലെല്ലാം കുംഭകോടവും ഒക്കെ നടക്കുന്ന സമയത്ത് ഉം. ആളുകൾ നാക്കിലും കവിളിലും ഒക്കെ ആയിട്ട് ശൂലങ്ങൾ തറച്ചുകൊണ്ടുള്ള വഴിപാട് അതെ റോഡിൽ കൂടെ അതെ അതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി ചെയ്യാറുണ്ട്. എന്താണ് അതിന്റെ ശാസ്ത്രീയമായ എന്തിനു വേണ്ടിയാണ് ആ വഴിപാട്? അത് വഴിപാടാണോ? അതെ 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 അത് ശൂലമടിച്ച് കാവടി അടിപ്പിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അതൊരു പ്രായശ്ചിത്തമാണ്, ഒരു ശിക്ഷാവിധിയാണ്, അതൊരു വഴിപാടല്ല. സുബ്രഹ്മണ്യ ദേശങ്ങളിലാണ് ആ കാവടി രൂപ പ്രതീകമായിരിക്കുന്ന ആ സുബ്രഹ്മണ്യനെ തന്നെ തോളേറ്റിക്കൊണ്ട്, ശരിക്കും പറഞ്ഞ കാവടി ആടിക്കൊണ്ട്, സുബ്രഹ്മണ്യനെ തോളിലേറ്റിക്കൊണ്ട് കാവടി ആടിക്കൊണ്ട് പ്രായശ്ചിത്ത കർമ്മമായിട്ട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഈ കൊടുക്കുന്നത്. പ്രായശ്ചിത്ത കർമ്മമായിട്ടാണ് ചെയ്യുന്നത്. അതായത് സുബ്രഹ്മണ്യന്റെ, അതായത് ദേവസേനാനിയായിരിക്കുന്ന സുബ്രഹ്മണ്യന്റെ സൈന്യത്തെ വധിക്കുകയോ സുബ്രഹ്മണ്യ ദേശത്തിന് ക്ഷതമേൽപ്പിക്കുകയോ ചെയ്തിട്ടുള്ള ആ കർമ്മത്തിന്റെ പ്രായശ്ചിത്തമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോ പണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലല്ല, എല്ലാ ദേവീ ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത്, കാവടി എടുക്കുന്നത് മൗണ്ടുകളുടെ പ്രതീകമായിട്ട് കുമാരിയെ ഏക്കുന്ന കുമാരന്മാരുടെ പ്രതീകമായിരിക്കുന്ന കാവടി എടുത്തുകൊണ്ടാണ്. കുംഭകൂടമായ ഘോഷയാത്രയ്ക്ക് ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കുമാരി ക്ഷേത്രങ്ങളിൽ, അതായത് ലക്ഷ്മി ക്ഷേത്രങ്ങളിലും ഇതേ സംഭവങ്ങളുണ്ട്. പക്ഷെ കാവടി സുബ്രഹ്മണ്യന്റെ പ്രതീകമാണ്. കാവടി ഉള്ള ഇടങ്ങളിലാണ് ഇപ്പൊ എല്ലായിടത്തും കാവടി എടുക്കും ആളുകൾ. സുബ്രഹ്മണ്യന്റെ മൗണ്ടുകളെ പ്രതിനിധീകരിക്കുന്നതാണ്, കാവടി രൂപപ്രതീകമായിരിക്കുന്ന ദേശങ്ങളാണ് ഈ സുബ്രഹ്മണ്യ ദേശം എന്ന് പറഞ്ഞത്. പൂത്തുലഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തോടു കൂടിയ, അതായത് സുബ്രഹ്മണ്യന്റെ ആയുധം എന്ന് പറഞ്ഞ വേല് വൃക്ഷങ്ങളാണ്. ആ പൂത്തുലഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളോട് കൂടിയിട്ടുള്ള വേലായുധമായിരിക്കുന്ന ആ കാവടിയെ തോളിലേറ്റിക്കൊണ്ട്, ആ സുബ്രഹ്മണ്യനെ തോളിലേറ്റിക്കൊണ്ട് നാവിലും അതുപോലെ തന്നെ കവിളിലും ശൂലമടിച്ചുകൊണ്ട് പ്രായശ്ചിത്ത കർമ്മം ചെയ്തുകൊണ്ട് പോയിട്ടുള്ള അനർത്ഥങ്ങളുടെ പരിഹാരമായിട്ടാണ്. അതെ, അതായത് സുബ്രഹ്മണ്യന്റെ സേനയിലെ ഏതൊന്നിനെ വധിച്ചാലും തിരിച്ച് പ്രായശ്ചിത്തമായിട്ട് സ്വയം അറിഞ്ഞ് കൽപ്പിക്കുന്നത്, ആരെങ്കിലും വിധിച്ചു കൊടുക്കുന്നതല്ല, സ്വയം കൽപ്പിച്ചെടുക്കുന്നതാണത് പ്രായശ്ചിത്ത കർമ്മം. അറിയില്ല, ആർക്കും അറിയില്ല. ഇത് നമ്മളിപ്പോ പ്രായശ്ചിത്ത കർമ്മമായിട്ട് തലയിൽ ഉരുളിയും വെച്ച് ഇത്ര പ്രദക്ഷിണം വെക്കണമെന്ന് പറയുമ്പോൾ അത് അഭിമാനത്തോട് കൂടിയിട്ട് എന്തോ വലിയ പുണ്യകർമ്മം ചെയ്യുന്നത് പോലെയാണ് ആളുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രായശ്ചിത്ത കർമ്മത്തിന് അത് പ്രായശ്ചിത്തമാണ് ചെയ്യുന്നതെന്നുള്ള ഒരു തോന്നൽ പോലും ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ പ്രായശ്ചിത്ത കർമ്മത്തിൽ അതിന്റെ മറ്റൊരു രീതിയും കൂടെ കാണാറുണ്ട്. ഒരു ശൂലത്തിൽ തന്നെ അനേകം ആളുകള് നാക്കുകോർത്ത് നിൽക്കുന്ന ഒരു സംവിധാനം. അതെ, മയിലിനെ കൊല്ലുക. അതെന്ത് പ്രായശ്ചിത്തമാണ് സന്തോഷി? അതായത് കൂട്ട ശിക്ഷ നടപ്പിലാക്കാറുണ്ട്. അതായത് കൂട്ടത്തോട് കൂടിയിട്ട് മയിലിനെ കൊല്ലുക, ആനയെ കൊല്ലുക, ആടിനെ കൊല്ലുക. ആ സുബ്രഹ്മണ്യ ദേശത്തെ ഈ ഗണപതി സോദരനായിരിക്കുന്ന ആ ഗണനായകന്റെ കൂട്ടത്തിലുള്ള ഏതൊരു ജീവനെ ഹനിച്ചാലും പ്രായശ്ചിത്തമായിട്ട് ആ കൊന്നവരെല്ലാവരും കൂടി ഒറ്റ ശൂലത്തെ കോർക്കുന്ന ഒരു പരിപാടിയാണ്. ഈ തെറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് പ്രായശ്ചിത്ത കർമ്മമായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ അതല്ല, ഇതിനു വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് വിധിക്കപ്പെട്ട് ശൂലമടിക്കുന്നവർ, നാക്കില് ശൂലമടിക്കുന്ന പറഞ്ഞാൽ സുബ്രഹ്മണ്യ ദേശത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഈ ജീവലോകത്തിനെ കൊല്ലണമെന്ന് പറഞ്ഞ് ആക്രോശിക്കുന്നവരുടെ നാവിലാണ് സ്വയം അവര് തന്നെയാണ് ആ ശിക്ഷ നടപ്പിലാക്കുന്നത്. ജീവനെ ഹനിക്കാതെ ആ ആചരണ പദ്ധതിയുടെ പ്രായശ്ചിത്ത കർമ്മമായിട്ട് മാത്രമാണ് അതിനെ കാണേണ്ടത്. ഒരു വഴിപാടല്ല എന്നും കൂടി അറിയണം. സ്വയം അറിഞ്ഞ് കൽപ്പിച്ച് ചെയ്യുന്ന ഒരു പരിഹാര ക്രിയ. തീർച്ചയായിട്ടും അത് മറ്റു ഈ ആചാര്യന്മാര് പറഞ്ഞ് നിർദ്ദേശിച്ചതൊന്നുമല്ല, സ്വയം കൽപ്പിച്ച് ഞാൻ മയിലിനെ കൊന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അത് വളരെ ശരിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന് ക്ഷേത്രങ്ങളിലെ രസീത് എടുക്കാനോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പൈസ വസൂലാക്കുകയോ ചെയ്യാറില്ല. കാവടിക്കാണ് രസീതുണ്ട്, അഭിഷേകത്തിന് കുംഭകോടത്തിന് രസീതുണ്ട്, ഈ ശൂലം കുത്തുന്നതിന് രസീതില്ല. അത് സ്വയം പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്നതാണ്. ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് പിന്നീട് പശ്ചാത്തപിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചെന്നാൽ ആ വേല് ആയുധമായിരിക്കുന്ന ആ വേല് തന്നെ നമ്മളുടെ ശരീരത്തിൽ, അതായത് കവിളിൽ എന്തിനെയാണോ ഭക്ഷിച്ചിരിക്കുന്നത്, കൊന്നു തിന്നിരിക്കുന്നത്, ആ നാവിലും ശൂലമടിക്കും.
അതെ, സുബ്രഹ്മണ്യന്റെ സൈന്യത്തെ വധിക്കുമ്പോ അതിന് പ്രായശ്ചിത്തമായിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ ഇപ്പൊ ആളുകൾ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചെന്നാൽ അല്ല എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. കാരണം ഇതിനെപ്പറ്റിയൊക്കെ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് സന്തോഷി. ശൂലം തറയ്ക്കുന്ന ഒരു വഴിപാടല്ലെന്നും അത് സ്വയം പ്രായശ്ചിത്ത കർമ്മമാണെന്നും അത് അറിഞ്ഞുകൊണ്ട് ആവശ്യമെങ്കിൽ ചെയ്യേണ്ടതാണെന്നും സ്വയം ചെയ്യേണ്ടതാണെന്നും ശൂലം അടിക്കുന്നവരും പറയണം, ഞാൻ ഇന്ന കർമ്മം ചെയ്തത് കൊണ്ട്, ഇന്ന തെറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വഴിപാട് പ്രായശ്ചിത്തമായിട്ട് ഇവിടെ ചെയ്യുന്നത് എന്ന് പറയുമ്പോഴാണ് മറ്റുള്ളവർക്കും അത് ചെയ്യരുത്, ആ തെറ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം ചെയ്യുന്നത്. ഈ സുബ്രഹ്മണ്യന്റെ സേനാവ്യൂഹത്തിൽപ്പെട്ട ഇന്ന ജീവികളെ ഞാൻ കൊന്നു ഭക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ഹനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ നിത്യവും കൊന്നു തള്ളിയിട്ടുണ്ട്. അത് പ്രകൃതി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് പകരം കൊന്നു തള്ളി തിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാവിലും ശൂലമടിക്കാനായിട്ട് സ്വയം തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ സ്വയം കൽപ്പിക്കപ്പെടുന്ന ശിക്ഷയാണത്. അതൊരു ശിക്ഷാവിധി തന്നെയാണ്, സ്വയം ഏൽക്കുന്നതാണത്. ആരുടെയും പ്രേരണയിലല്ല ഇതൊന്നും ചെയ്യുന്നത് എന്നും. സന്തോഷം ഇങ്ങനൊരു കാര്യത്തിന് കൃത്യമായ മറുപടി അങ്ങ് തന്നതില്. അപ്പൊ നമുക്ക് ഇതിന്റെ തുടർച്ചയിലേക്ക് വീണ്ടും പോകാം കേട്ടോ. ജീവഗണങ്ങളുടെ പതിയായിരിക്കുന്ന ഗണപതി എന്ന് പറയുന്ന ശിവന്റെ രണ്ടാമത്തെ തനയൻ ഉണ്ടാവുകയില്ല സുബ്രഹ്മണ്യൻ ഇല്ലെങ്കിൽ. അപ്പൊ ഈ സർവ ജ്ഞാനത്തെയും അരുളുന്ന അശരീരിയെ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഭൂതഗണങ്ങളോട് കൂടിയിട്ടുള്ള ആ സുബ്രഹ്മണ്യനാണ് ജീവനെ പർവ്വതീകരിക്കുന്നത്. അതിന്റെ പാർശ്വത്തിലാണ് ആര് ജനിക്കുന്നത്? സർവ ജീവഗണങ്ങളും ജനിക്കുന്നത്. ഗണപതി എന്ന് പറയുന്ന സാഹോദരി ഭാവത്തിലുള്ള ആ ശിവന്റെ രണ്ടാമത്തെ തനയൻ ജനിക്കുന്നത്. ആ ഗണപതിയിൽ നിന്നിട്ടാണ്, ആ അറിവിൽ നിന്നിട്ടാണ് ശാസ്താവ് എന്ന് പറയുന്ന അറിവുകളുടെ ശാസ്ത്രത്തിന്റെ ലോകം ജനിക്കുന്നത്. സുബ്രഹ്മണ്യൻ ജനിക്കുന്നതും ഈ ശിവപാർവതിമാരിൽ നിന്നാണ്. അതെ, ശിവന്റെ പുത്രനാണ്, പാർവതിയുടെ പുത്രനാണ്. മണ്ണും ജലവും ചേർന്നിട്ടാണ് സുബ്രഹ്മണ്യൻ ജനിക്കുന്നത്. പക്ഷെ അതിനെ കൃത്തികളാണ് ഷൺമുഖ ഭാവമേകുന്നത്. ഒരു മൗണ്ടിന് ഷൺമുഖ ഭാവമേകുന്നത് ഋതുക്കളെ സൃഷ്ടിക്കുന്നതിന് കാരണമായിരിക്കുന്നത് ഷൺമുഖനാണ്, ഈ മൗണ്ടുകളാണ്. അതിന് കാരണം കൃത്തികളാണ്. കൃത്തികളാൽ ഷൺമുഖന് ഷൺമുഖ ഭാവങ്ങൾ 6 വളർത്തമ്മമാർ വളർത്തുന്നതിനാൽ സുബ്രഹ്മണ്യനെ 2 മാസം കൂടുമ്പോൾ ഭാവം മാറും. ദ്വാദശ ഭാവം ഉള്ള സൂര്യന്റെ വൈഭവമാണ് ഇതിന് കാരണം. അങ്ങനെ കൃത്തികളുടെ പേരും വിശേഷങ്ങള് ഒന്ന് ചെറുതായിട്ട് പറയാവോ? കാർത്തികക്കൂട്ട നക്ഷത്രമാണത്. 6 നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് കാർത്തികക്കൂട്ട നക്ഷത്രമാണ് ഈ ഋതുഭാവങ്ങളെ ഈ മൗണ്ടുകൾക്ക് സമ്മാനിക്കുന്നത് എന്ന് ഭാരതത്തിന്റെ വേദശാസ്ത്രം. അപ്പൊ അങ്ങനെയായിരിക്കുന്ന ആ സുബ്രഹ്മണ്യനാണ് ജീവനെ പർവ്വതീകരിക്കുന്നത്, മാരിയെ കുമാരിയാക്കുന്നത്. ഈ കുമാരിയിൽ നിന്നും ജനിക്കുന്നതാണ് ആര്? ഗണപതി എന്ന് പറയുന്ന ദേവസങ്കല്പം. ശ്വസനശീലമുള്ള സർവ്വ ജീവജാലങ്ങളുടെയും പ്രതിനിധിയായിരിക്കുന്ന ഗണപതി. ആ ഗണപതി ഗംഗയും പാർവതിയും ചേർന്നാണ് അമ്മമാരായിട്ട് നിൽക്കുന്നത്. ഒരേ സമയം മഴയും പാർവതിയും അമ്മമാരാണ്. ഗംഗയും പാർവതിയും ചേർന്നിട്ടാണ് ഗണപതിയുടെ മാതൃഭാവത്തിൽ വരിക. അപ്പോ ഒരു ചെറിയ സംശയം. ഈ ഗണപതി സർവ്വജീവജാലങ്ങളുടെയും ശ്വസനശീലമുള്ള സർവ്വജീവജാലങ്ങളുടെയും പ്രതിനിധിയായിരിക്കുന്ന, എന്നാൽ വിഘ്നങ്ങളെ കുത്തി അകറ്റുവാൻ കഴിവുള്ള, ആരുടെ വിഘ്നങ്ങളെ കുത്തി അകറ്റുവാൻ കഴിവുള്ള എന്ന് ചോദിച്ചാൽ സസ്യലോകത്തിന്റെ വിഘ്നങ്ങളെ കുത്തി അകറ്റുവാൻ കഴിവുള്ള, സസ്യലോകത്തെ സംരക്ഷിക്കുന്ന, സസ്യലോകത്തിന് പരാഗണം നടത്തി കൊടുക്കുന്ന, അവരുടെ വിഘ്നങ്ങളെ നിർവീര്യമാക്കുന്ന, അവരുടെ സർവ്വവിഘ്നങ്ങളെയും തടുക്കുവാൻ ശേഷിയുള്ള സർവ്വജീവഗണങ്ങളെയുമാണ് ഗണപതി എന്ന് പറയുന്ന സങ്കല്പത്തിൽ കാണുന്നത്. അതേ അർത്ഥത്തിൽ തന്നെയാണല്ലോ അനന്തകോടി ജീവജാലങ്ങളുടെ സംരക്ഷകനായിട്ട് അനന്തനും നിൽക്കുന്നത്. അനന്തൻ എന്ന് പറഞ്ഞാൽ അനന്തകോടി ജീവജാലങ്ങളിൽ ശയിക്കുന്നവനാണ്. സകല ജീവജാലങ്ങളുടെയും പ്രതിനിധിയാണ് അനന്തൻ. വാസുകി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വസിക്കുന്നവരാണ്. ശിവന്റെ കഴുത്തിൽ കിടക്കുന്നത് വാസുകിയാണ്. ഭൂമിയുടെ അടയാളം. ഇപ്പോൾ ശിവന്റെ കഴുത്തിൽ വസിക്കുന്നത് വാസുകിയാണ്. ഇപ്പോൾ വസിക്കുന്നവരാണ് ശിവന്റെ ആഭരണം. എന്നാൽ വൃക്ഷലോകം ശയിക്കുന്നത്, വിഷ്ണു ശയിക്കുന്നത് അനന്തനാണ്. അനന്തകോടി ജീവജാലങ്ങളാൽ ശയിക്കുന്നവനാണ് വിഷ്ണു. കാരണം
ഏറ്റവും ആദ്യം തൊട്ട് തുടങ്ങിയാൽ എല്ലാ ജീവജാലങ്ങളും വിഷ്ണുവിന്റെ ഇപ്പോഴത്തെ ശയനത്തിന് കാരണമാണ്. ഉവ്വ. അതുകൊണ്ടാണ് അനന്തന്റെ പുറത്താണ് വിഷ്ണു ശയിക്കുന്നത് എന്ന് പറയും. ഇത് മനസ്സിലാക്കാൻ വളരെ ശേഷിക്കുന്നവരാണ് ശേഷം. രസകരമായി തോന്നുന്നു. ഇതിന് വളരെ രസകരമായി തോന്നുന്നു. അനന്ത കോടി ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന ജീവജാലങ്ങൾ ശയിക്കുന്ന അനന്തനിലാകുമ്പോഴും അനന്തകോടി ജീവജാലങ്ങളുടെ സംരക്ഷകനായിട്ടും ഗണനായകനായിട്ടും നിൽക്കുന്നത് ഗണപതിയാകുന്നു. അതെ അതെ. ഈ ശിവന്റെ കഴുത്തിൽ കിടക്കുന്ന നാഗം അത് ജീവനെ പ്രതിനിധീകരിക്കുന്നതാണ്. ആ സർവ്വ ജീവജാലങ്ങളുടെയും ആ നാഗത്തിന്റെ സർവ്വ ജീവജാലങ്ങളുടെയും പ്രതിനിധിയായിരിക്കുന്ന അനന്തൻ എന്ന് പറയുന്ന നാഗത്തിന്റെ പുറത്താണ് വിഷ്ണു ശയിക്കുന്നത്. ശിവന്റെ കഴുത്തിൽ കിടക്കുന്ന ആ നാഗത്തിന്റെ പുറത്താണ് വിഷ്ണു ശയിക്കുന്നത്. ആ ജീവന്റെ പുറത്താണ് വിഷ്ണു ശയിക്കുന്നത്. നാരത്താൽ പ്രേമരൂപേണ വ്യാപിച്ച് ശിവനെ നീലവർണ്ണമുള്ളതാക്കുന്നത്, ഭൂമിക്ക് നീലവർണ്ണമേകുന്നത്, ഭൂമിക്ക് പാർവതിയെ ചേർത്ത് വെക്കുന്നത്, ശിവനിലേക്ക് പാർവതിയെ ചേർത്ത് വെക്കുന്ന, ശിവനിലേക്ക് ശിവന്റെ മാറിലേക്ക് പാർവതിയെ ചേർത്ത് വെക്കുന്ന, അല്ലെങ്കിൽ ശിവന് പാർവതിയെ പ്രണയിക്കുന്നതിന് കാരണമായിരിക്കുന്ന ദല്ലാളായിരിക്കുന്നത് വിഷ്ണുവാകുന്നു. ആ വിഷ്ണു ശയിക്കുന്നത് അനന്തനിലാണ്, അനന്തന്റെ മുകളിലാണ്. എന്നാൽ ആ വിഷ്ണുവിന്റെ വാഹനമായിരിക്കുന്ന ഗരുഡന്റെ ഭക്ഷണം ഈ നാഗമാണ്. ആ നാഗത്തിന്റെ ഭക്ഷണം ഗണപതിയുടെ വാഹനമായിരിക്കുന്ന എലിയാണ്. ഈ മയിലിന്റെ ആഹാരവും നാഗമാണ്. ഇത് വളരെ രസകരവും വിചിത്രമാണല്ലോ നമ്മളെ ചിത്രം മനസ്സിൽ വിചാരിക്കുമ്പോ. പാർവതിയുടെ വാഹനം സിംഹമാണ്. ആ സിംഹത്തിന്റെ ഭക്ഷണമാണ് ശിവന്റെ വാഹനം. ഈ വിഷ്ണുവും ശിവനും ചേർന്ന് വസിക്കുന്നത് സഞ്ചരിക്കുന്നത് വാജിയുടെ പുറത്താണ്. അതാണ് ശാസ്താവിന്റെ വാഹനം. ശാസ്താവിന്റെ വാഹനത്തിന്റെ പുറത്താണ് ശിവനും വിഷ്ണുവും ചേർന്ന് വസിക്കുന്നത്. ആ വാഹനമാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് വിഷ്ണുവിൻ്റെതാണ് വാഹനം, അത് ഗരുഡനാണ്. പക്ഷെ അതിനേക്കാൾ വേഗത്തിൽ ഏറ്റവും ഉയരത്തിലും ഏറ്റവും താഴെയും സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനമാണ് വാജി. ശരത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുവാൻ ശേഷിയുള്ള ശാസ്ത്രത്തിന്റെ വാഹനമാണ് വാജി. സാങ്കല്പിക വാഹനമാണ് വാജി. മരണകാരണമായിരിക്കുന്ന ശരത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നത്, ശരത്തിന് മുന്നേ, മരണത്തിന് കാരണമായിരിക്കുന്ന ശരത്തിന് മുന്നേ സഞ്ചരിക്കുവാൻ ശേഷിയുള്ള അറിവിന്റെ പ്രകാശത്തിന്റെ വാഹനമാണ് വാജി. ഇപ്പൊ അങ്ങീ പ്രതിപാദിച്ച പേരുകളെല്ലാം ദൈവനാമങ്ങളാണ്. അതെല്ലാം കൂടെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നമ്മൾ ഒറ്റയ്ക്ക് കാണുമ്പോ ആ ചിത്രം കാണുമ്പോ വലിയ രസം തോന്നും. അതെ അതെ. ആരെല്ലാം ഉണ്ട് അവിടെ? ഈ വാഹനം ഈ വാജിയുടെ ഈ അറിവിന്റെ വാഹനം സഞ്ചരിക്കുന്നത് അത്രയും വേഗത്തിലാണ്. ചിറകുകളുള്ള കുതിരയുടെ പുറത്ത് സഞ്ചരിക്കുന്ന ഈ ശാസ്താവിന്റെ വാഹനം, ശാസ്ത്രം സഞ്ചരിക്കുന്നത് അത്രയും വേഗത്തിലാണ്. ശസ്ത്രത്തെ തടുത്ത് ശസ്ത്രത്തെ ഏകാൻ, അതായത് സമാധാനത്തെ ഏകുവാനാണ് അത് സഞ്ചരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും വേഗത്തിൽ ഇത് സഞ്ചരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ബ്രഹ്മാവിന്റെ രാജഹംസത്തിന് ഏറ്റവും നടവെച്ച് പോകുവാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും സ്ലോവിൽ സഞ്ചരിക്കുവാനാണ്. ബ്രഹ്മാവിന്റെ രാജവംശം വളരെ സുന്ദരമായിട്ടാണ് ഗമിക്കേണ്ടത്. വളരെ സ്ലോവിലാണ് സഞ്ചരിക്കുന്നത്. ചിറകുകളുള്ള കുതിര അത്രയും സ്പീഡിൽ പോകുമ്പോ അതെങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ഇവർക്കുള്ള സൗകര്യം ഒക്കുന്നു എന്ന് പറയുന്നത്? അറിവ് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു. അറിവ് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ബ്രഹ്മശക്തിയുടെ വാഹനം വളരെ സ്ലോവിൽ സഞ്ചരിക്കുന്നു. ജീവന്റെ വാഹനം വളരെ സ്ലോവിലാണ്, അന്നം നടവെച്ചാണ് പോകുന്നത്. ആ ബ്രഹ്മാവിന്റെ രാജഹംസം എന്ന് പറയുന്നത് കാർമേഘമായിട്ട് അങ്ങേക്ക് കാണാം. വളരെ വേഗത്തിൽ സഞ്ചരിച്ചാലോ കാർമേഘം ദുരന്തങ്ങളെ വിതയ്ക്കും. ഇടിമിന്നലും മഴയും കാറ്റും എത്രമാത്രം ശക്തിയായിരിക്കും, സ്വർഗത്തെ മറയ്ക്കും, സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോ ആ കാർമേഘം എങ്ങനെ വരണം? വളരെ അന്നനട വെച്ച് വരുന്ന രാജഹംസം വരുന്നത് പോലെ, ഈ ബ്രഹ്മാവിന്റെ വാഹനമായിരിക്കുന്ന ഹംസം വരുന്നത് പോലെ വരണം. അല്ലെങ്കിൽ ഹംസം വരുന്ന പോലെയാവും. അപ്പൊ ഈ ഗണപതി, സുബ്രഹ്മണ്യൻ, ദേവി, പാർവതി, ശിവൻ, മഹാവിഷ്ണു, അയ്യപ്പൻ, അത് വേണ്ട പിന്നെ അവരുടെ വാഹനക്കൂട്ടങ്ങൾ, അവരെല്ലാം സഞ്ചരിക്കുന്ന മയില്. ശിവന്റെ വാഹനം എന്ന് പറയുന്നത് നന്ദിയാണ്, ഋഷഭമാണ്. ജീവജാലങ്ങളെല്ലാം ഈ വാഹനങ്ങളെല്ലാം നന്ദി പറയുന്നത് ആരോടാണെന്നറിയോ? ഈ നന്ദിയോടാണ്. കാരണം
ബീജം ബേസ് ആയിരിക്കുന്ന ബീജം ഏതെങ്കിലും ഒരു ബീജം അടർത്തി മാറ്റിയാൽ ഭൂമി ബീജഗോളമാകാതിരിക്കുന്നുവോ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ബീജശക്തി നഷ്ടപ്പെടുന്നുവോ, ആ ബേസ് ആയിരിക്കുന്ന ബീജം, അടിസ്ഥാനപരമായിരിക്കുന്ന ബീജം ഋഷഭത്തിൻ്റെതാണ്. അതാണ് ഭൂമി ഋഷഭവാഹനനാണ്. ജീവഗോളമായ ജീവധരനായിരിക്കുന്ന ജീവന്റെ രാജധാനിയായിരിക്കുന്ന ഈ ശൈവ നിലയം ഋഷഭവാഹനനാണ് എന്ന് പറയുന്നത്. ഋഷഭം സഞ്ചരിക്കുന്നത് കറങ്ങിക്കൊണ്ട് ഓടുന്നത് കാള, മേയുന്നത് പശു. സന്തോഷി, ഒരു വലിയ ചോദ്യം, വലിയൊരു അത്ഭുതം, അതൊരു ആശങ്ക. ഈ നമ്മൾ ഇന്നുവരെ കണ്ടുകൊണ്ടിരുന്നതും അറിഞ്ഞതും അറിയിച്ചുകൊണ്ടിരുന്നതും ആചരിക്കുന്നതുമായ കേട്ടിട്ടുള്ളതുമായ ആ ദേവസങ്കല്പങ്ങളെല്ലാം ഇങ്ങനെ ഈ രൂപത്തിലുള്ളതാണെന്ന് അങ്ങ് പറയുമ്പോൾ അത് വളരെ പെട്ടെന്ന് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ചിന്താഗതി മാറുവാനും ഒന്നും തലമുറയ്ക്ക് സാധിക്കാൻ വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അന്ധവിശ്വാസത്തിന്റെ ചെളിക്കുണ്ടിൽ താന്ന് നിൽക്കുകയാണ്, മൂക്കോളം മുങ്ങി നിൽക്കുകയാണ്. അങ്ങേ പറഞ്ഞത് ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ മുഴുവനും വസ്തുതയും അറിവുമാണ്, സത്യമാണ്. പക്ഷെ ആ സത്യത്തെ ഉൾക്കൊള്ളാൻ പാകത്തിനല്ലല്ലോ ഇന്ന് നമ്മുടെ മാനസികാവസ്ഥ, ഇവിടുത്തെ ജനതയുടെ അന്ധവിശ്വാസത്തിന്റെ അങ്ങേ അറ്റം വരെ, മൂക്ക് വരെ മുങ്ങി നിൽക്കുകയാണ്. കൈയിട്ടടിക്കാൻ കൈ പൊങ്ങണ്ടേ, കാലിട്ടടിക്കാനായിട്ട് കാല് പൊങ്ങണ്ടേ, ചതുപ്പിലാണ്, ചത്തുപോകുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ ഇത് ശരിയാണെന്ന് മനസ്സ് പറഞ്ഞാലും നമ്മൾ ആ അന്ധവിശ്വാസത്തിന്റെ ആ ചെളിക്കുണ്ടിൽ നിന്ന് കയറി വരാനായിട്ട് കുറെ സമയമെടുക്കും. വിഷം പെട്ടെന്ന് ഫലിക്കും, ഔഷധം വളരെ സ്ലോലിയാണ് നമുക്ക് മുന്നോട്ടുള്ള ഭൂമി പൂജയാണ്, പർവ്വത പൂജയാണ്, ജലപൂജയാണ്, ഇങ്ങനെയുള്ള പൂജകളും അവരുടെ ആ ശുശ്രൂഷയുമാണ് നമുക്ക് ആവശ്യം. ആ ശുശ്രൂഷയാണ് ഒരു പരിധിവരെ നമ്മൾ അറിയാതെയാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിലൂടെയും മറ്റ് പരിപാടികളിലൂടെയും ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. അത് അറിഞ്ഞുകൊണ്ട് വ്യക്തതയോടെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. നമ്മൾ ദൈവികതയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ പരമസത്യമായിരിക്കുന്നത് പരമശിവനാൽ പാർവതിയാകുന്നു. ആ പരമസത്യമായിരിക്കുന്ന പാർവതി ജലമാകുന്നു. ജലത്തിന്റെ മായ മാത്രമാണ് നമ്മൾ. അപ്പം നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? പരമസത്യത്തെ പറയുന്നവരാകണം. പരമസത്യത്തെ പറയുന്നവരാകുന്ന നമ്മള് പരമാർത്ഥത്തെ അറിഞ്ഞ അവസ്ഥയിലാവും. പരമശിവനെ അറിയും പരമാർത്ഥത്തെ അറിഞ്ഞാൽ. പരമാർത്ഥത്തെ ആര് എപ്പോൾ അറിയുന്നോ പരമശിവനെ അപ്പോൾ അറിയും. അപ്പോൾ പരമാണുവിനെയും നമ്മൾ അറിയും. പരമാണു 30 കൂടിയതിനെ വിതയ്ക്കുന്ന ഈ സൗരോർജത്തെയും നമ്മൾ അറിയും. എങ്ങനെയാണ് പരമാണു 30 കൂടിയതിനെ വിതച്ച് വിളയിച്ച് ജീവനെ ജനിപ്പിക്കുന്നത്, ജൈവത്തെ വിളയിക്കുന്നതെന്ന് നമ്മൾക്ക് അപ്പോൾ മനസ്സിലാവും. ഇല്ലെങ്കിലോ ദൈവത്തെ നമ്മൾ സങ്കല്പിച്ച് വിശ്വസിക്കുകയാണ്. സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ് ജീവിതം. യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരണം. അപ്പോ അത് പ്രണവവേദയിലൂടെ സാധിക്കും എന്നുള്ള ഉറപ്പാണ് അല്ലേ? തീർച്ചയായിട്ടും സാധിക്കണമല്ലോ. ഇത് കേൾക്കുന്ന ഓരോ മക്കളും ഇതിനെക്കുറിച്ച് അറിയണം. ഈ 10-ാം ഉദയം എന്ന് പറയുന്നതും ഈ വിഷുവം എന്ന് പറയുന്ന പ്രതിഭാസവും ഇതെല്ലാം അറിയണം. ഇതെല്ലാം അറിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ലോകം, ഈ പ്രപഞ്ചം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. 7-ാം ആകാശത്തിന്റെ മേലെ കണക്കെഴുതാനിരിക്കുന്ന ഒരാളല്ല ദൈവം. ഈ ജീവപ്രപഞ്ചം സർവ്വതും ദൈവികമാണ്. ഇതെല്ലാം ചേർന്നതാണ്. ഈ വിശ്വമാണ് ദൈവം. നമ്മുടെ ശ്വാസത്തിന് കാരണം, നമ്മുടെ വിശ്വാസത്തിന് കാരണമെല്ലാം ദൈവമാണ്. അത് ഈ ദ്രവ്യമാണ്. അതെല്ലാം പറയുമ്പോഴും ഇവിടെ അക്ഷരങ്ങളും അറിവും സംഖ്യാശാസ്ത്രവും എല്ലാം ഇതുപോലെ തന്നെ കണക്റ്റഡ് ആണല്ലോ. ഇതെല്ലാം അതെ, നവഗ്രഹ സിദ്ധാന്തമാണ് സംഖ്യാശാസ്ത്രം, പഞ്ചഭൂത സിദ്ധാന്തമാണ് അക്ഷരങ്ങള്. ഇതിനെ ഒന്നും അവഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ അക്ഷരങ്ങളിൽ ഓരോ ദേവതകളും ഉണർന്നിരിക്കുന്നു എന്നറിയുക. ഓരോ വൃക്ഷങ്ങളും ധ്യാനിക്കുന്നത് ഓരോ ദേവതാഭാവത്തിലാണ്. ഓരോ വരങ്ങളുമേകുവാൻ പാകത്തിനാണ് ഓരോ വൃക്ഷങ്ങളും നിൽക്കുന്നതെന്ന് അറിയാം. ഓരോ സസ്യങ്ങളും. നമ്മളിതൊന്നും അറിയാതെയാണ് അതിന്റെ ചുവട്ടിലൂടെ പോകുന്നത്. അവർക്ക് തരാൻ പറ്റുന്ന വരങ്ങളുമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. നമ്മൾ ആ വരങ്ങളല്ല, ആ വരങ്ങൾക്ക് നേരെയല്ല നമ്മൾ കൈ നീട്ടുന്നത്. നമ്മൾ നമ്മളുടെ അന്ധവിശ്വാസത്തിന് നേരെയാണ് നമ്മുടെ കൈ നീട്ടുന്നത്. ഓരോ വൃക്ഷങ്ങളിലും ഓരോ ദേവതകൾ ഉണർന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഓരോ ആളുകളുടെ നാളില് 27 നാളുകളായ നാളുകളുടെ നക്ഷത്രവനം എന്നൊക്കെ പറഞ്ഞ ഇപ്പോ ക്ഷേത്രങ്ങളിലും ഒക്കെ നക്ഷത്രവനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ദേവഭൂമിയിൽ നക്ഷത്രവനം പറ്റില്ല മോഹൻജി. ക്ഷേത്രഭൂമിയില് പരിമിതമായിട്ടുള്ള അളവിലായിരിക്കും ക്ഷേത്രഭൂമി ഉള്ളത്. അതിനകത്ത് നക്ഷത്രവനം ശരിയല്ല. കാരണം അതിനകത്ത് കാഞ്ഞിരം ഉൾപ്പെടെയുള്ള വൃക്ഷങ്ങളുമുണ്ട്. ഒരു തീർത്ഥത്തിന് വേണ്ടിയിട്ടാണ്, തീർത്ഥശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്രമെങ്കിൽ ആ തീർത്ഥശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ദേവതാഭാവത്തിലുള്ള വൃക്ഷങ്ങളുടെ സ്ഥാനവും ഇതെല്ലാം നിർണയിച്ചിട്ടുണ്ട് വാസ്തുശാസ്ത്രം.
അപ്പൊ നമുക്ക് അമൃത തുല്യമായിട്ടുള്ള പ്രഥമ പ്രസാദമായിരിക്കുന്ന തീർത്ഥം, ജീവനെ പർവ്വതീകരിക്കുന്ന ആ ശുദ്ധമായിരിക്കുന്ന പരിശുദ്ധിയായിരിക്കുന്ന പാർവതിയെയാണ് നമ്മൾ അവിടെ പ്രസാദമായി നൽകുന്നതെങ്കിൽ, ആ തീർത്ഥത്തിന് വേണ്ടിയിട്ടാണ്, ആ തീർത്ഥശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ആ ക്ഷേത്രമെങ്കിൽ, അവിടുത്തെ പ്രഥമ പ്രസാദം തീർത്ഥമാണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള വൃക്ഷങ്ങളെ പലതിനെയും അവിടുന്ന് മാറ്റി സ്ഥാപിക്കേണ്ടി വരും. അപ്പോ ഈ ക്ഷേത്രത്തോട് ചേർന്ന് സ്ഥലത്ത് പരിമിതികളുള്ള ക്ഷേത്രങ്ങളിൽ പോലും ഇപ്പോൾ ഭരണകർത്താക്കള് നക്ഷത്രവനം റെഡിയാക്കുന്നുണ്ട്. നമ്മുടെ ശാസ്ത്രവിരുദ്ധമാണ്. നമ്മുടെ വീട്ടിൽ 10 സെന്റ് സ്ഥലമുള്ളെങ്കിൽ, വീടിന് ചുറ്റും 10 സെന്റ് സ്ഥലമുള്ളെങ്കിൽ മഹാവൃക്ഷ പ്രകൃതിയെ പോലും നടാൻ പറഞ്ഞിട്ടില്ല. അവിടെ ചെറുവൃക്ഷങ്ങളും ചെടികളും ലതകൾക്കുമാണ് അവിടെ പ്രാധാന്യം. പ്രകൃതി എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല, പ്രകൃതി താണ്ഡവമാടും. അപ്പോൾ എത്ര വലിയ ആലാണെന്ന് പറഞ്ഞാലും അതവിടെ പ്രായോഗികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. എത്ര ഫലമുള്ള തെങ്ങായാലും, എത്ര ഫലത്തെ നൽകുന്ന വൃക്ഷമായാലും വീടിന് മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ വെട്ടിമാറ്റാൻ തന്നെയാണ് വിധി. നരബലി തന്നെ പറഞ്ഞിരിക്കുന്നത്. എത്ര നല്ല നരനാണെന്ന് പറഞ്ഞാലും അതവിടെ നിർത്താൻ പറ്റില്ല, കാരണം അത് ജീവന് ഹാനിയാണ്. എത്ര സ്ഥലപരിമിതി ഉള്ള ക്ഷേത്രമായാലും ഇല്ലാത്ത ക്ഷേത്രമായാലും ക്ഷേത്രങ്ങളിൽ ആൽമരങ്ങൾ തറകെട്ടി സംരക്ഷിക്കണം. ദേവഭൂമിയിൽ ഏതെല്ലാം വൃക്ഷമുണ്ടോ അതിനെയെല്ലാം സുരക്ഷിതമായിട്ട് തറകെട്ടി സംരക്ഷിക്കേണ്ടതുണ്ട്. അരയാൽ നടുമ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പേരാലിനെ ചേർത്ത് നടും. അതാണ് നമ്മളുടെ സുരക്ഷ. ഇപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. ഈ 10ാമതേ കാലഘട്ടം മേടമാസം വാസ്തുപുരുഷന്റെ ഏറ്റവും ബലം കൂടുതലുള്ള സമയമാണ്. വാസ്തുപുരുഷൻ ഏറ്റവും പ്രസാദിച്ചു നിൽക്കുന്ന സമയമാണ്. കാരണം മണ്ണ് എന്ന് പറയുന്ന ഭൂതം ഏറ്റവും എനർജിയെ പ്രാപിക്കുന്ന സമയമാണ് സൗരോർജത്താൽ. അതും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. ഇപ്പോ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ പറയുന്നത് നമ്മുടെ എല്ലാ വൃക്ഷങ്ങളും ആവശ്യമാണ്. മണ്ണിന്റെ വിഷാംശത്തെ മുഴുവൻ വലിച്ചെടുക്കുന്ന വൃക്ഷങ്ങളും വേണം, സർവ്വ ഔഷധങ്ങളെയും നൽകുന്ന വൃക്ഷങ്ങളും വേണം. ഇതെല്ലാം ഇവിടെ ആവശ്യമുണ്ട്. പക്ഷെ അതിനെല്ലാം വാസ്തുശാസ്ത്രം വ്യക്തമായിട്ടുള്ള ധാരണയിൽ തന്നെയാണ്, ശാസ്ത്രത്തിൽ തന്നെയാണ് ഇതിന്റെയൊക്കെ സ്ഥാനനിർണയം ചെയ്തിരിക്കുന്നത്. ഒരുപാട് അങ്ങയോട് ഇന്ന് 10ാമതയത്തിന്റെ പ്രാധാന്യമാണ് ചോദിച്ചതെങ്കിലും ഇന്നൊരു വലിയ കുടുംബത്തിന്റെ, ദേവീദേവന്മാരുടെ ഒരു കുടുംബത്തിന്റെ ചിത്രം അങ്ങ് വിളമ്പി തരുവായിരുന്നു. അവര് സഞ്ചരിക്കുന്ന വാഹനങ്ങളും അവരുടെ വാഹനങ്ങളും അവർ വസിക്കുന്ന സ്ഥലങ്ങളും ആ സ്ഥലത്തിന്റെ പ്രത്യേകതകളും എല്ലാം അങ്ങിന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. അതെ.